ചിക്കൻ പെരട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടിച്ചത്. ഇത് ചൂടാക്കി ഇതിലേക്ക് തേച്ച് വെക്കണം. ഉപ്പ് ആഡ് ചെയ്യണം. പിന്നെ തേങ്ങാക്കൊത്താണ് അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ളത്. പിന്നെ വെളിച്ചെണ്ണ. ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ ചൂടായിട്ടുണ്ട്. 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 1.5 ടീസ്പൂണ്, മസാല 1/4 ടീസ്പൂണ്. ഈ മസാല നന്നായി ചൂടാക്കണം. മസാലകളുടെ പച്ചപ്പ് മാറുന്നത് വരെ നന്നായി ചൂടാക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. മസാല ചൂടായിട്ടുണ്ട്. റോസ്റ്റ് ചെയ്ത മസാലപ്പൊടി ചിക്കനിലേക്ക് ഇടാണ്. വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കണം. ലേശം ഉപ്പുപൊടി പാകത്തിന് ഇടാം. ഒരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് കുരുകളഞ്ഞ് മാറ്റി വെച്ചിട്ട് അത് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കണം. നന്നായി മിക്സ് ചെയ്യാം. ഈ മസാല ചിക്കനിൽ നന്നായി പിടിക്കണം. ലേശം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ മസാല ചിക്കനിൽ നന്നായി പെരണ്ട് വരുന്ന രീതിയിൽ ഇതിനെ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമ്മൾ അരമണിക്കൂർ ഇതിൽ പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചിക്കൻ പെരട്ടിനുള്ള ചിക്കൻ മസാല തേച്ച് വെച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് തയ്യാറാക്കാനുള്ള ചേരുവകളാണ് അത്: ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, വേപ്പില, മല്ലിയില, സവാള, നാളികേരത്തിന്റെ കൊത്ത്, പിന്നെ വെളിച്ചെണ്ണ. പാൻ ചൂടായിട്ടുണ്ട്. അപ്പൊ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ടുകൊടുക്കുക. കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. സവാളയെ ഉള്ളിയൊക്കെ നമുക്ക് പെട്ടെന്ന് വാടിക്കിട്ടാൻ ഒരു പൊടിക്കൈ ഉണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞാൻ അത് ഇതിലിത്തിരി ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. സവാളയും ഉള്ളിയും നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം. പച്ചമുളക് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. നമുക്കിതില് നാളികേരക്കൊത്ത് ഇടണം. ചിക്കൻ പെരട്ടിന്റെ ഒരു സ്പെഷ്യലാണ് നാളികേരക്കൊത്ത്. നാളികേരക്കൊത്ത് നന്നായി മൊരിഞ്ഞു വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഈ ചിക്കൻ പെരട്ടിന് വരും. ഇതിലേക്ക് നമുക്ക് ഒരു 2 വേപ്പില ചേർക്കണം. നമുക്ക് അടച്ച് വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം. നമ്മളുടെ ചിക്കൻ പെരട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നാളികേരക്കൊത്തൊക്കെ നല്ല വെന്ത് അതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചിക്കൻ നന്നായി വെന്തു. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നാടൻ ചിക്കൻ പെരട്ട്, നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയ നാടൻ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് പകർത്താം.